ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കിന്ന് കോളിഫ്ലവർ വെച്ച ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. എങ്ങനെയാണെന്നൊന്ന് കാണാം. ഞാൻ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തിളപ്പിച്ച് അതിൻ്റെ വിനാഗിരിയിലൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം തണുത്തിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് ക്യാപ്സിക്കം ഒരു പകുതി, പച്ചമുളക് ഒരെണ്ണം, ഒരു ക്യാരറ്റിൻ്റെ പകുതി, വെളുത്തുള്ളി ഒരു നാരങ്ങയുടെ പകുതി, 4 ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത്, ഇതുപോലെ തന്നെ സവോള. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ബിരിയാണി റൈസാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇതിന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ വെച്ചു. അപ്പോൾ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി. കോളിഫ്ലവർ വെച്ച് നമുക്കൊരു ഫ്രൈഡ് റൈസ് ആക്കുന്നത്. ഇതൊന്ന് മെൽറ്റാവണം. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വീട്ട് കൊടുക്കണം. ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഇവിടെ നമ്മുടെ വെജിറ്റബിളും ഉള്ളി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചെറുത് വേണം. നമ്മുടെ ക്യാപ്സിക്കം, സവോള വേവിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്, അതിൽ ഉപ്പ് ലേശം നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉണ്ടല്ലോ, നമുക്കിനി അതിനകത്തേക്ക് മുട്ട വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ഇന്ന് ഒരു മുട്ട ഇടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പുറത്ത് വരുന്നവർക്കും പഠിക്കുന്നവർക്കും ഹോസ്റ്റലായിരിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. മിക്സിങ് എല്ലാമായി. ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഉപയോഗിക്കാം. ലേശം സോയാ സോസ് ഒരു 1/2 സ്പൂൺ, കണ്ണവന് കൂടി കൂടുതലാണ്. മിക്സ് ചെയ്യാം. ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേണേലും കഴിക്കാം. കോളിഫ്ലവർ വെച്ച റൈസ് റെഡിയായിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി ഒരു ചോറ് ബിരിയാണി റൈസ് എടുത്ത് ഇച്ചിരി ചേർക്കുന്നുണ്ട്. കോളിഫ്ലവർ തന്നെയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ ബിരിയാണി റൈസ്. തീ കൂട്ടിയിടാം. മല്ലിച്ചപ്പ് ചേർക്കണം. ഉപ്പ് എല്ലാം ഉണ്ടോ നോക്കണം.
ഇത് കഴിഞ്ഞിട്ട് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ്. അപ്പോൾ നമ്മൾ ഈ റൈസ് എല്ലാം ഉണ്ടാക്കി കോളിഫ്ലവർ വെച്ച് അങ്ങനെയുള്ള ഫ്രൈഡ് റൈസായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. റൈസ് ചേർത്ത് എടുക്കാനും പറ്റും. ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ശർക്കര ഒരു മുറി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കണം. കുരുവൊക്കെ കളഞ്ഞ് ഇത് വേണ്ട കുറച്ച് മതി. മിക്സ് ചെയ്യണം നന്നായിട്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്താക്കാം മാറ്റാം. എല്ലാവരും ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ വെച്ചുള്ള റൈസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഹെൽത്തി ഫുഡ് ഉണ്ടാക്കണം. നിങ്ങൾ കോളിഫ്ലവർ വെച്ച് തന്നെ ആണെങ്കിലും എടുക്കാൻ പറ്റും. നമുക്ക് റൈസ് ബിരിയാണി റൈസ് വെച്ചിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതും വളരെ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ എല്ലാവരും ക്രിസ്മസിന് ഉണ്ടാക്കണം. അതുപോലെ പുറം രാജ്യങ്ങൾക്കുള്ളവർക്കാണെങ്കിലും ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ഡിഷാണ്. ബൈ. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.